ഹലോ. ജീവമാത കഴിഞ്ഞപ്പോൾ അടുത്തത് ശ്രീചിത്ര ഹോം, തിരുവനന്തപുരം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ന്യൂസ് കേട്ടിട്ട് വരാം. ശ്രീചിത്ര ഹോമിലെ 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒരാൾ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നത്, അവർ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ്. അലക്സ മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ, ഈ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെ? അലക്സ്, നമുക്ക് അതിൽ തുടങ്ങാം. വിജയകുമാർ, കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇവർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഗുളിക വിഴുങ്ങി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു 3 കുട്ടികൾ. 16, 15, 12 വയസ്സുള്ള കുട്ടികളാണ്. ഇവരിങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കാൻ മാത്രം പീഡനങ്ങൾ അവിടെയുള്ള മുതിർന്ന കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത് ശരിക്കും? പ്രധാനപ്പെട്ട കാര്യം, ശ്രീചിത്ര ഹോമിലെ മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ വളരെ കഠിനമായ റാഗിങ്ങിന് ഈ കുട്ടികൾ വിധേയരാകുന്നു എന്നാണ് അവർ പറയുന്നത്. കഠിനമായ റാഗിങ്ങിന് ഇരയാവുന്നതാണ്. ഇവിടെ കെയർ ടേക്കർ ഒന്നും ഇല്ലേ? അതോ അവിടെയുള്ള വലിയ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവർ മാറി നിൽക്കുകയാണോ? ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തൊട്ടടുത്ത് കൂട്ടിരിപ്പുകാരുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് വീടുകളിൽ പോകണമെന്ന് ഇവർ ബഹളം വെച്ചു. അങ്ങനെയാണ് കൂട്ടിരിപ്പുകാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കൂട്ടിരിപ്പുകാർ വഴിയാണ് ഈ വിവരം നമ്മളിലേക്ക് എത്തുന്നതും. കൂട്ടിരിപ്പുകാർ വഴിയാണ് ഇത് ന്യൂസ് ചാനൽസ് അറിയുന്നതെന്ന് പറയുമ്പോൾ ഇവരിത് മറച്ചു വയ്ക്കാൻ നോക്കുമല്ലേ? അല്ല, എൻ്റെ ഡൗട്ടാണ്. ഇനി നമുക്ക് അവിടുത്തെ കെയർ ടേക്കർ എന്തുവാ പറയുന്നതെന്ന് നോക്കാം. അതായത് സൂപ്രണ്ട്. ഇന്നലെ രാത്രിയിലാണ് എന്നെ വിളിച്ചത്. കുട്ടികൾ ഇങ്ങനെ ഗുളിക കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ. 2 വൈറ്റമിൻ ടാബ്ലറ്റും 1 പാരസെറ്റമോളും കഴിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടിയത് എവിടെയെന്ന് വെച്ചപ്പോൾ അവർ ബാഗിനകത്തുനിന്ന് ഉണ്ടായിരുന്നു, കിട്ടി, അങ്ങനെ കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഇവർ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പം സാധാരണ ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് കുറച്ച് ട്രോമാസ് ഒക്കെ കാണും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു അവർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്നു, CWCയിലും അറിയിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഈ കുട്ടികൾ വീട്ടിൽ നിൽക്കാൻ സാഹചര്യം ഇല്ലാത്ത കുട്ടികളാണ്. അതിലൊരു കുട്ടിയുടെ ഒരു ഒരു റിലേറ്റീവ് ഇവിടെ വന്നിട്ട് ഞാൻ അവരെ തന്നെ CWCയിൽ പറഞ്ഞയച്ചിരുന്നു. അവിടുന്ന് ഓർഡർ വാങ്ങി വന്ന് കഴിഞ്ഞാൽ കുട്ടികളെ റിലീസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ CWC പറഞ്ഞത് അവർക്ക് വീട്ടിൽ നിൽക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കണമെന്നാണ്. അങ്ങനെ കൗൺസിലിംഗ് കൊടുത്തു. ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ചെറിയ കുട്ടി എങ്ങാണ്ട് അവരെ കളിയാക്കി എന്നാണ് പറഞ്ഞത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കളിയാക്കി, മതിൽ ചാടി പോകുന്നില്ലേ, മതിൽ ചാടി പോകുമെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾ തമ്മിലുള്ള ടോക്കാണ്. അതിനകത്ത് റാഗിങ്ങോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. ഈ കുഞ്ഞുങ്ങൾ, ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഏറ്റവും ട്രോമാസും ഒക്കെയുള്ള കുഞ്ഞുങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരോട് സംസാരിച്ചും ഇൻറ്ററാക്ട് ചെയ്തും പലവിധ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്താണ് അവർ നേരെ കൊണ്ടുവരുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് കളിയാക്കിയതിൻ്റെ പേരിൽ ഈ ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിക്കുമോ? അത് ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ പറയുന്നത് വിശ്വസിക്കാം. ഇത് 3 കുട്ടികൾ ഒരുമിച്ച് ടാബ്ലറ്റ് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാ. പറയും പോലെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഗുളിക കഴിച്ചു എന്നുള്ളത് സൂപ്രണ്ട് സമ്മതിക്കുന്നുണ്ട്. ആശുപത്രിയിലാണ് കുട്ടികളെന്ന് സമ്മതിക്കുന്നുണ്ട്. അവർ മൂക്കിൽ ട്യൂബിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അവർ വയറ് കഴുകുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യ ശ്രമം അല്ലെന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം ഗുളിക കഴിക്കാതെ ഒരു പിള്ളേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചേർക്കുമോ? അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സ് അഡ്മിറ്റ് ചെയ്യുമോ? എന്നിട്ട് ഇവർ പറയുന്നു അത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ലാന്ന്. ഇവരുടെ കണ്ണ് പോലും ഒരു സ്ഥലത്ത് ഉറച്ച് നിൽക്കുന്നില്ല. ഇത് ഓരോന്ന് സംസാരിക്കുമ്പോൾ ഒരുമാതിരി കള്ളം ചെയ്ത ആൾക്കാരെ പോലെ അവിടെ ഇവിടെ ആയിട്ട് ഇവരുടെ കണ്ണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഒരു കെയർ ഹോമിൽ ആത്മഹത്യാ ശ്രമം നടത്തി കഴിഞ്ഞാൽ അവർ പോലീസിൽ അറിയിക്കണം എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുപോലെ ഇവർ ചെയ്തിട്ടില്ല. കാരണം ഇവരുടെ പേര് പോവും. എന്തായാലും ഈ മുതിർന്ന കുട്ടികളുടെ പീഡനം എന്ന് തന്നെയാണ് ആ 3 കുട്ടികളും പറയുന്നത്. അവരതാണ് അലക്സ് സംസാരിച്ചപ്പോൾ അലക്സിനോട് അവരത് പറയുകയും ചെയ്തു. പക്ഷേ അത്തരം പരാതികളൊന്നുമില്ല എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ആശുപത്രിയിൽ നിന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പോയി. ഈ കെയർ ഹോമിൽ വെച്ച് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവരത് പോലീസിനെ അറിയിക്കണം എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതുപോലൊരു കേസ് 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്.
14 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട്, അതും ഇതേ കെയറോമേന്നാണ്. ഓ, എല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണോ ഇനിയൊരു ചീത്തപ്പേര് വേണ്ടാന്ന് കരുതിയിട്ട്? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും വരാം. ബൈ.